ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ സി പ്രോഗ്രാമിങ്ങിലെ ഫങ്ഷൻസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ ഇൻവോക്ക് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് ഫങ്ഷൻ എന്ന് വിളിക്കാം. സി പ്രോഗ്രാമിങ്ങിൽ ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് നോക്കാം. നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവോക്ക് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് യൂസർ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയാം. സിക്കകത്തെ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷന് 3 പാർട്സ് ആണ് ഉണ്ടായിരിക്കുക: ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോൾ. ഓരോന്നും എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഫംഗ്ഷന്റെ പേര്, അതിന്റെ റിട്ടേൺ ടൈപ്പ്, എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ട് അതിന്, അതൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യും ഈ ഫംഗ്ഷൻ ഡിക്ലറേഷനകത്ത്. സിക്കകത്ത് നമ്മൾ ഫോർവേഡ് ഡിക്ലറേഷൻ ആണ് ചെയ്യുന്നത്. അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ, നമ്മുടെ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എഴുതുന്നത് എവിടെയാണ്, അതിനു മുൻപ് തന്നെ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യണം എന്നൊരു റൂൾ ഉണ്ട്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എല്ലായ്പ്പോഴും ഫംഗ്ഷൻ ഡെഫിനിഷന് മുൻപ് സിയിൽ എഴുതിയിരിക്കണം. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിന്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ റിട്ടേൺ ടൈപ്പ് ഏതാണെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇന്റ്. ഫംഗ്ഷൻ നെയിം സേ ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ടൈപ്പ് 1 arg1, ടൈപ്പ് 2 arg2 അപ് ടു ടൈപ്പ് n argn, അതായത് ഏത് ടൈപ്പാണ് വേരിയബിൾ എന്നുള്ളതാണ്. ഇൻ കേസ് ആർഗ്യുമെന്റ്സ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ടൈപ്പ് എന്താണ്, ആ വേരിയബിളിന്റെ നെയിം, ആ ആർഗ്യുമെന്റിന്റെ നെയിം അത് പാസ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണെങ്കിൽ ഫ്ലോട്ട് ബി. അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വേരിയബിൾസ്, ആർഗ്യുമെന്റ്സ് ഏത് ടൈപ്പാണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ഇത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് യൂസർ ആണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് ടൈപ്പ് ആയിരിക്കണം ഫങ്ഷൻ. അതുപോലെ തന്നെ ഫംഗ്ഷൻ നെയിം എന്തായിരിക്കണം, അതിൽ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് എത്ര എണ്ണം വേണം, ഏതൊക്കെ ടൈപ്പ് ആയിരിക്കണം, ഇനിയിപ്പോൾ ആർഗ്യുമെന്റ്സ് വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ടൈപ്പ് മാത്രം കൊടുത്താലും അത് വാലിഡ് ആണ്. ഇവിടെ നമ്മൾ ടൈപ്പും ആർഗ്യുമെന്റ് നെയിമും കൂടിയല്ലേ കൊടുത്തിരിക്കുന്നത്. ഈ ആർഗ്യുമെന്റ് നെയിം ഇല്ലാതെ ജസ്റ്റ് ടൈപ്പ് ഏതാണ്, ലൈക്ക് ഇന്റ്, ഫ്ലോട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് വെച്ചാൽ ആ ഫംഗ്ഷൻ വാലിഡ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ വി റൈറ്റ് എ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഓർ എ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഇത് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷന് മുൻപ് തന്നെ എഴുതിയിരിക്കണം. ഇനി നമുക്ക് ഫംഗ്ഷൻ ഡെഫിനിഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഈ ഫംഗ്ഷൻ ഡെഫിനിഷനകത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതി വെക്കുന്നത്. അതായത് ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ അത് നമ്മൾ ഈ ഫംഗ്ഷൻ ഡെഫിനിഷനകത്താണ് എഴുതി വെക്കുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷന്റെ സിൻടാക്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏതാണോ റിട്ടേൺ ടൈപ്പ് അത് ആദ്യം സ്പെസിഫൈ ചെയ്യുക. സേ ഇന്റ്. ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ ആഡ്. ഇനി അതിന്റെ ടൈപ്പ് 1 ഇന്റ് തന്നെ ഞാൻ പാസ് ചെയ്യാണ്, എ എന്ന് പറയുന്ന വാല്യൂ. ദെൻ അഗൈൻ സെക്കൻഡ് ഇന്റ് ബി. 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ തരത്തിൽ എനിക്ക് വേണമെങ്കിൽ എഴുതാം. എന്നിട്ട് ഞാൻ കേർലി ബ്രേസസ് സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് എനിക്ക് എന്ത് സ്റ്റേറ്റ്മെന്റ്സ് ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് എഴുതുന്നു, എൻ്റെ കേർലി ബ്രേസസ് ക്ലോസ് ചെയ്യുന്നു. അതാണ് ഇതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് കോമ്പണൻസ് ഓഫ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇത് നിങ്ങളുടെ അറിവിലേക്കായി മാത്രം എഴുതിയിട്ടുള്ളതാണ്. ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് വരുന്ന കോമ്പണൻസ്, ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് നമ്മൾ പറഞ്ഞു, ഇന്റ് എ ഇന്റ് ബി, അതാണ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത് whatever we are going to write within these curly braces, those are meant by ഫംഗ്ഷൻ ബോഡി. ഓക്കെ, എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ അതാണ് ഫംഗ്ഷൻ ബോഡിക്കകത്ത് ഞാൻ എഴുതി വെക്കുന്നത്. ദെൻ കംസ് റിട്ടേൺ വാല്യൂ. ഐ ക്യാൻ റൈറ്റ് എ റിട്ടേൺ വാല്യൂ ഇൻ കേസ് ഓഫ് എനി. അതായത് സപ്പോസ് ഞാൻ ഈ സമ്മ് കണ്ടതിന് ശേഷം സേ എൻ്റെ ഇന്റ് ആഡ് ഓഫ് ഇന്റ് എ ഇന്റ് ബി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അതിനകത്ത് ഞാൻ എന്താണ് ചെയ്യുന്നത്, സം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ആഡ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ പറയാണ് റിട്ടേൺ സം. ഈ സം എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്ത് വെക്കണം, ഡിക്ലെയർ ചെയ്യണം. ഇഫ് നെസസറി ഐ നീഡ് ടു ഇനീഷ്യലൈസ് ദിസ് ആസ് വെൽ.
It depends നമ്മുടെ യൂസേജ് അനുസരിച്ച്. ഓക്കെ, സിൻസ് ദിസ് ഈസ് എൻ ഇൻറ്റിജർ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ, ഇറ്റ് ഹാസ് ടു റിട്ടേൺ ദ സെയിം ടൈപ്പ് ഓഫ് വാല്യൂ ഫ്രം ദിസ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് വൈ ഐ ആം റിട്ടേണിംഗ് ദിസ് സം വേരിയബിൾ. ഓക്കെ, ഇൻ കേസ് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ ആയിരുന്നെങ്കിൽ ഞാൻ ആ വാല്യൂ ഞാൻ റിട്ടേൺ ചെയ്യേണ്ടി വരും. ഇപ്പൊ എനിക്ക് സം റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ എനിക്ക് I can return 0 or 1, whatever I want to return. Okay, it depends. This is how we define the function. Now, നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു, ഡിഫൈൻ ചെയ്തു. ഇനി കോഡിനകത്ത് നമ്മൾ ഫംഗ്ഷൻ വിളിക്കണ്ടേ, അതായത് ഏത് സമയത്താണ് നമുക്ക് ആവശ്യമെങ്കിൽ ഈ ഫംഗ്ഷൻ നമ്മൾ ഇൻവോക്ക് ചെയ്യണം. ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യണമെങ്കിൽ ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. ഫംഗ്ഷൻ നെയിം പറയുക, ദെൻ നമ്മൾ പാസ് ചെയ്യേണ്ട ആർഗ്യുമെന്റ്സ്, എയുടെയും ബിയുടെയും വാല്യൂ, ആക്ച്വൽ വാല്യൂസ് ആണ് ഞാനിവിടെ പാസ് ചെയ്യുന്നത്. എനിക്ക് 2ഉം 3ഉം തമ്മിലാണ് ആഡ് ചെയ്തിട്ട് സമ്മ് കിട്ടേണ്ടതെങ്കിൽ ആ വാല്യൂസ് ഞാനിവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നു. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഇല്ലസ്ട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സി പ്രോഗ്രാം ആണിത്. സോ ആസ് യൂഷ്വൽ നമ്മൾ stdio.h ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നോക്കുമോ, എന്താ ചെയ്തിട്ടുള്ളത്? റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, അത് കഴിഞ്ഞിട്ട് ആർഗ്യുമെന്റ്സ്. ഞാൻ എൻ്റെ ടൈപ്പ് മാത്രമേ ഇത് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഡിക്ലറേഷൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് ചെയ്തിരിക്കുന്നത്? ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇവിടം തുടങ്ങി ഇവിടം വരെ എൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്. അതിനകത്ത് ഞാൻ എൻ്റെ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, അത് കഴിഞ്ഞ് പാസ് ചെയ്യുന്ന വേരിയബിൾസ് രണ്ടും ഇൻറ്റിജേഴ്സ് ആണ്. ദെൻ സം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. സമ്മിന്റെ വാല്യൂ ഈ പാസ് ചെയ്ത് വരുന്ന ഈ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? റിട്ടേൺ x+y ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ സം എന്നും എനിക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, സോ ആ സം എന്ന വാല്യൂ ഇത് എവിടെ വെച്ചാണോ ഞാൻ ഇൻവോക്ക് ചെയ്തിട്ടുള്ളത് അങ്ങോട്ടേക്ക് റിട്ടേൺ ആവും. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡ്രൈവർ കോഡ് എഴുതിയിരിക്കുന്നു. ഡ്രൈവർ കോഡാണ് ഈ കാണുന്നത്. എൻ്റെ മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കോഡ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക മെയിൻ ഫംഗ്ഷൻ എന്നായിരിക്കും. അവിടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ഞാൻ 10, 11 എന്നിങ്ങനെ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഫംഗ്ഷൻ കോള് ദേ ഇവിടെ വരുന്നു. ഇത്രയും പോർഷൻ ആണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്നത് എന്താണ്? ഇൻറ്റ് റിസൾട്ട്, ഒരു ഇൻറ്റിജർ വാല്യൂവിനകത്തേക്ക് ഞാൻ വിളിക്കുന്ന ഫംഗ്ഷൻ നെയിമും അതുപോലെ തന്നെ എൻ്റെ വേരിയബിൾസ് ഞാൻ പാസ് ചെയ്തിട്ടുണ്ട്. 10ഉം 11ഉം ആയിരിക്കും പാസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ 10ഉം 11ഉം ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ചെന്നിട്ട് ഇവിടെ ഒരു 10 എന്നുള്ള വാല്യൂ, ഇവിടെ ഒരു 11 എന്നുള്ള വാല്യൂ ആയിരിക്കും ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്. ആ 10ഉം 11ഉം കൂടെ കൂട്ടിയിട്ട് കിട്ടുന്ന 21 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് ഞാൻ ഈ ഫംഗ്ഷനകത്ത് കോഡ് എഴുതിയിരിക്കുന്നത്. സോ ആ 21 എന്നുള്ള വാല്യൂ ഈ റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് അസൈൻ ആവും. അതല്ലേ, അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? printf സം ഓഫ് %d ആൻഡ് %d ഈസ് ഈക്വൽ ടു %d. ഈ %d അവിടെ എക്സിന്റെ വാല്യൂ വിച്ച് ഈസ് 10 അല്ലേ. ദെൻ %d 11 ദാറ്റ് ഈസ് ഈക്വൽ ടു റിസൾട്ടിലേക്ക് ആ 21 എത്തിയിട്ടുണ്ട്. സോ 21 ഈ ഒരു സംഭവം അങ്ങോട്ടേക്ക്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് പ്രിന്റ് ആയിട്ട് വരും. റിട്ടേൺ 0 കോഡ് end ചെയ്യും. This is what happens in this program. This is how we use a user defined function. I hope this is clear for you. ഇനി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിലേക്ക് നമുക്ക് രണ്ട് തരത്തിൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. ഓരോന്നും എന്താണെന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ കോൾ ബൈ വാല്യൂ. വാല്യൂസ് ആണ് നമ്മളിവിടെ പാസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം എക്സും വൈയും നേരത്തെ പോലെ തന്നെ എക്സ് വൈ സ്വാപ്പ് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ വാല്യൂസ് 10ഉം 20 ആണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്വാപ്പ് ഓഫ് എക്സ് കോമ വൈ. ഇവിടെ ഈ സ്വാപ്പിനകത്ത് എയുടെയും ബിയുടെയും വാല്യൂസ് ചേഞ്ച് ആയിട്ടുണ്ട്. എ ബിക്കംസ് 20 ആൻഡ് ബി ബിക്കംസ് 10. ഇനി തിരിച്ച് ഈ സ്വാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ സ്വാപ്പിന്റെ ഫംഗ്ഷനകത്ത് ഈ വാല്യൂസ് നമ്മൾ റിട്ടേൺ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ദെൻ നമ്മൾ പറയാണ് printf values of x and y after swap are എന്ന് പറഞ്ഞിട്ട് %d x y പറഞ്ഞിട്ടുണ്ട്. I think the value of x will remain 10 and y will remain 20, but the values of a and b will be changed, swapped. ഇത് കോൾ ബൈ വാല്യൂവിനെ കാണിക്കുന്ന ഒരു സാമ്പിൾ കോഡാണ്.
Now let's see what happens if we call by reference. സെയിം കോഡ് തന്നെയാണ്. കോൾ ബൈ റെഫറൻസിനകത്ത് നമ്മൾ അഡ്രസ് ഓഫ് ദ ആക്ച്വൽ പാരാമീറ്റർ ഈസ് പാസ്ഡ് ടു ദ ഫംഗ്ഷൻ ആസ് ദി ഫോർമൽ പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അഡ്രസ് ഓഫ് ദി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഡ്രൈവർ കോഡിലേക്കാണ് ഞാൻ ഡയറക്റ്റ് പോകുന്നത്. മെയിൻ ഫംഗ്ഷൻ അതിനകത്ത് എക്സും വൈയും നേരത്തെ പോലെ 10ഉം 20ഉം ഇട്ട് വെച്ചിട്ടുണ്ട്. വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ബിഫോർ സ്വാപ്പ് ആർ 10 and 20. അത് നമുക്കറിയാം. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് എക്സ് വൈ ഇത് രണ്ടും മെമ്മറിക്കകത്ത് ഓരോ ലൊക്കേഷനിൽ ഞാൻ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഈ വാല്യൂസ് എൻ്റെ സ്റ്റോർഡ് ആയിരിക്കും. സേ ഇത് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 1000 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. വൈയുടെ വാല്യൂ 20 അല്ലേ, അത് 1001ലാണ് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇവിടെ ഞാൻ പാസ് ബൈ റെഫറൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഡ് സ്റ്റാർ എ എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം 1000th ലൊക്കേഷനിലെ കണ്ടന്റ് ആയിരിക്കും. ഇൻഡ് സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ 1001ലെ കണ്ടന്റ് ആയിരിക്കും കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി ഞാൻ ടെമ്പിലോട്ട് സ്റ്റാർ എ മൂവ് ചെയ്യുമ്പോൾ 1000th ലൊക്കേഷനിലെ കണ്ടന്റ് ആണ് ടെമ്പിലോട്ട് മാറുന്നുണ്ടായിരിക്കുക, വിച്ച് ഈസ് 10. ഇനി സ്റ്റാർ എ ഈസ് ഈക്വൽ ടു സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ 1001ലെ കണ്ടന്റ് ആയിരിക്കും സ്റ്റാർ എയിലേക്ക് മാറുന്നുണ്ടായിരിക്കുക, വിച്ച് വിൽ ബി വാട്ട് 20. 1001ല് 20 അല്ലേ കിടക്കുന്നത്, അത് സ്റ്റാർ എയിലേക്ക്. സ്റ്റാർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ്, 1000th ലൊക്കേഷന്റെ കണ്ടന്റ് എൻ്റെ എന്താവും, റീറൈറ്റ് ആവും, വിച്ച് വിൽ ബിക്കം 20 ഇൻ ദ സ്റ്റെപ്പ്. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ടെമ്പ് വിൽ ബി അസൈൻ ടു സ്റ്റാർ ബി. ടെമ്പ് എന്ന് പറയുമ്പോൾ എന്താ ഹോൾഡ് ചെയ്യുന്നത്, 10 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും 1001ലെ കണ്ടന്റിലോട്ട് റൈറ്റ് ചെയ്യുന്നത്, വിച്ച് വിൽ ബി 10. So here value will be changed to 10. Okay. ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ പ്രിന്റ് ചെയ്യുന്നുണ്ട് എഗെയിൻ എക്സിന്റെയും വൈയുടെയും വാല്യൂസ് ഞാൻ പ്രിന്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ. സ്വാപ്പിന് ശേഷം ആ സ്വാപ്പ് ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്തതിന് ശേഷം എക്സും വൈയും ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ ഐ വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂസ്. അതായത് സിക്കകത്ത് കോൾ ബൈ റെഫറൻസ് ചെയ്യുമ്പോൾ ഈ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആയിക്കോട്ടെ ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിക്കോട്ടെ രണ്ടും സെയിം ലൊക്കേഷൻസ് ആയിരിക്കും റെഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് എന്ത് ചേഞ്ച് ഈ ഫംഗ്ഷനകത്ത് ഞാൻ വരുത്തിയിട്ടുണ്ടെന്ന് വെച്ചാലും അത് എവിടെ നിന്നാണോ വിളിച്ചിട്ടുള്ളത് അവിടെയും ഈ ചേഞ്ചസ് എല്ലാം റിഫ്ലക്റ്റ് ആവും. ദാറ്റ് ഈസ് വാട്ട് മെൻ ബൈ കോൾ ബൈ റെഫറൻസ് ഇൻ സി. ഇനി നെക്സ്റ്റ് വരുന്നത് ലൈബ്രറി ഫങ്ഷൻസ് ആണ്. ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി സിക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന കുറെ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ലൈക്ക് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എല്ലാം math.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലിനകത്തായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക. ലൈക്ക് സ്ക്വയർ റൂട്ട് കാണാനുള്ള ഫങ്ഷൻ, അതുപോലെ പവർ കാണാനുള്ള ഫങ്ഷൻ, സൈൻ ഫങ്ഷൻ, കോസ് ഫങ്ഷൻ, അങ്ങനെ കുറേയേറെ ഫങ്ഷൻസ് കാണുമായിരിക്കും. പിന്നെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ കോഡിൽ കാണിച്ചിരിക്കുന്നത്. മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ n എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ 3 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നു, m 6 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ഇനി math.h നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എഫ് മാക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ എന്നിലെയും എമ്മിലെയും മാക്സിമം കാണാനുള്ള ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ് ഈ എഫ് മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഓഫ് n, m will be printed. So 6 will be printed. 6.o കാരണം ഇവിടെ ഫ്ലോട്ടിംഗ് വാല്യൂ ആയിട്ടാണ് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എഫ് മാക്സ് ഓഫ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഫങ്ഷൻസിനെ കുറിച്ച് സിയിൽ പഠിക്കാനുള്ളത്. ഇനി ഫങ്ഷൻസിനകത്ത് തന്നെ പലതരത്തിൽ നമുക്ക് കോഡ് തന്ന് സ്റ്റേറ്റ്മെന്റ്സ് തന്ന് കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസ് ഒക്കെ ഇട്ട് നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കുക. അത് നമ്മൾ PYQs ആൻസർ ചെയ്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഉള്ള നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വായിച്ചു നോക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു പ്രസ് എ ലൈക്ക് ബട്ടൺ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Signing off, your study partner Click. Stay focused on what really matters to you.